ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ തേടി ഇങ്ങോട്ട് ധനവും സമ്പത്തും ഒക്കെ വരും എന്നുള്ളതാണ്. അപ്പം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. സെപ്റ്റംബർ 23, 2024 മുതൽ, അതായത് വീഡിയോ ഇടുന്ന ഇന്ന് മുതൽ സെപ്റ്റംബർ 23, 2024 മുതൽ ഏകദേശം മാർച്ച് 2025 വരെയുള്ള ഏകദേശം 6 മാസത്തെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത്. അപ്പം നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന നക്ഷത്രക്കാർ, ധനം സമ്പത്ത് തേടി വരുന്ന നക്ഷത്രക്കാർ, അങ്ങനെയുള്ള നക്ഷത്രക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും, എൻ്റെ സമയം ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പം വീട് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ പണം ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ജോലി മാറ്റത്തിന് പറ്റിയ സമയമാണോ, അല്ലെങ്കിൽ ജോലി ഉയർച്ചയ്ക്ക് പറ്റിയ സമയമാണോ, എപ്പോഴാണ് എൻ്റെ സമയം നന്നാകുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഉള്ള എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ, അവർക്ക് ഏതൊക്കെ കാര്യത്തിന് പറ്റിയ സമയമാണ്, ഏതൊക്കെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം, വീട് വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനോ തൊഴിൽ ഉയർച്ചയ്ക്കോ സാമ്പത്തിക ഉയർച്ചയ്ക്കോ ഒക്കെ പറ്റിയ സമയമാണോ എന്ന് എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. ഇനിയും പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നോക്കണമെന്നുണ്ടെങ്കിൽ ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതാണ് ഞാൻ നോക്കുന്നത്. വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ അവനവൻ സ്വയം ചെയ്യേണ്ട മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, അതാരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല. നമുക്ക് കിട്ടിയ ഗുരുവിൽ നിന്ന് കിട്ടിയ ശരനൂൽ രഹസ്യങ്ങൾ, ഭദ്രകാളി വിദ്യ, നല്ല രീതിയിലുള്ള ശാസ്ത്രത്തിലുള്ള, പിന്നെ കൃഷ്ണവിദ്യ, ഞാൻ പറഞ്ഞ കൃഷ്ണവിദ്യ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാം നല്ല കാര്യങ്ങളാണ്, സ്വയമേവ ഏതൊരാൾക്കും ചെയ്യാവുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്, ഇങ്ങനെ ബിസി ആകാറില്ല. പിന്നെ മുൻഗണനാക്രമത്തിൽ വരുന്ന മെസ്സേജ് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ടൊരു മുൻഗണനാക്രമത്തിൽ ഒരു ബുക്കിംഗ് ആയിട്ട് ഒരു ഡേറ്റ് ഞാൻ കൊടുക്കും. എന്നിട്ട് ആ ഡേറ്റിൽ ധൃതി വെക്കരുതെന്ന് പറയും. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് എല്ലാ വീഡിയോയുടെ ആദ്യം പറയുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഇനി നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പം ശിവവിദ്യ, ക്രിയ, കുണ്ടലിനി, പ്രാണായാമം, അങ്ങനെ നിരവധി വിദ്യകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. പല തിരക്കുകളിലായിരിക്കും, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഇനിയും നേട്ടമുണ്ടാക്കാവുന്ന ഈ കാലഘട്ടം, ഞാൻ ആദ്യം പറഞ്ഞ കാലഘട്ടം, ആ കാലഘട്ടം പ്രയോജനപ്പെടുത്താവുന്ന, അതായത് സെപ്റ്റംബർ 23, 2024 മുതൽ മാർച്ച് 2025 വരെയുള്ള കാലഘട്ടം, ഈ ഏകദേശം 6 മാസം, അതിനെക്കുറിച്ചുള്ള ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രയോജനപ്പെടുത്താവുന്ന നക്ഷത്രക്കാരുടെയും എല്ലാമാണ് ഈ വീഡിയോ മുഴുവൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറയുന്നത് നേട്ടമുണ്ടാക്കാവുന്ന, ഈ സമയം പ്രയോജനപ്പെടുത്താവുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം, ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പുതിയ തൊഴിൽ മാറ്റം, തൊഴിൽ ഉയർച്ച, ധനലാഭം, പുതിയ വരുമാന മാർഗം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ് അങ്ങനെ സ്വന്തമായി പുതിയ തൊഴിൽ മാറി പുതിയ ബിസിനസ്സിലേക്ക് വന്ന് തൊഴിൽ വഴി ധനമുണ്ടാക്കുന്ന ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ഉണ്ട്. അല്ലാതെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. നമുക്കൊരു ബുക്ക് നോക്കിയാണെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ അങ്ങനെയല്ല പറയാം. അത് കൃത്യമായിട്ട് പലതും ചെയ്ത് അനുഭവത്തിൽ നിന്നാണ് പറയാം. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്താം എന്ന് കരുതി ഇപ്പോൾ ഈ 6 മാസത്തിലെ ഇന്നോ നാളെയെല്ലാം നല്ലതാണെന്നതിന് അർത്ഥമല്ല. ഈ 6 മാസത്തിൽ എപ്പോഴെങ്കിലും ഇവർക്കൊരു നല്ലൊരു ഉയർച്ച, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതെപ്പം വേണമെങ്കിലും ആകാം. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലുടനീളം ഓരോ നക്ഷത്രക്കാരെക്കുറിച്ചും എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയം
പെടുത്താൻ തടസ്സമുണ്ട്, നിങ്ങൾക്ക് പല തടസ്സങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം വെച്ച് ആ ഗ്രഹനില വെച്ച് ചിലപ്പോൾ ജന്മദോഷങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങളൊരു കുടുംബത്തിൽ ജനിക്കുന്ന കുടുംബദോഷങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രവർത്തിക്കാനുള്ള ശാപദോഷങ്ങൾ കാണും. അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും അടുത്തുള്ള ഭദ്രകാളി ചതുർത്ഥി വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക. തിങ്കളാഴ്ച ശിവനെ അതിരാവിലെ പോയി നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം കരഞ്ഞ് പ്രാർത്ഥിക്കുക, സാമ്പത്തികം വരും. ശനിയാഴ്ച വൈകിട്ടും ശിവനൊരു നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം കരഞ്ഞ് പ്രാർത്ഥിക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി കൃഷ്ണന് പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് സാമ്പത്തികം കരഞ്ഞ് പറയുക. പിന്നെ ഒരു നാണയം ഇടത് കൈയിൽ പിടിച്ച് ഇടതുകാല് മുന്നോട്ട് വെച്ച് അതിനു മുമ്പ് ഒരു നാണയം ഇടത് കൈയിൽ പിടിച്ച് ഓം നമോ നാരായണായ ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് ഇടത് കൈയിൽ പിടിച്ച് ശ്രീകോവിൽ നാണയം ഇടത് കൈയിൽ പിടിച്ചാൽ മതി, ഉള്ള കൈ ശ്രീകോവിലിന് ചുറ്റും 3 വലത് വയ്ക്കണം. വലത് വെച്ച് ശേഷം ഈ കർത്തവാവ് കഴിഞ്ഞിരുന്ന ഏകാദശി ദിവസം ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇത് നടയ്ക്ക് നേരെ നിന്നിട്ട് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈയിൽ 1 രൂപ നാണയം പിടിച്ച് ഭഗവാനെ അവിടുത്തെ ഞാൻ ഈ നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വെച്ചു, ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ഈ നാണയത്തിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇത് കണ്ണുകൊണ്ട് നോക്കാതെ ഇടത് കൈ ഇരിക്കുന്ന നാണയം പേഴ്സി വെക്കുക. ഇതെല്ലാം കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും വ്യാഴാഴ്ച രാവിലെയും കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ ചെയ്യാം. ഒരു നാണയം തന്നെ ഉപയോഗിക്കാം. ഇത് ചെയ്ത ഒരാൾക്കാണ് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത്. അത് ഞാൻ വീഡിയോക്കകത്ത് ഇട്ടിരുന്നു. അതായത് ഇത് ചെയ്തിട്ട് അന്ന് പോയി ലോട്ടറി എടുത്തതിനാണ്. പിന്നെ ഞാൻ ലോട്ടറി അടിക്കുമെന്നൊന്നുമല്ല പറയുന്നത്, ഏത് വിധേനയും ഭാഗ്യം ഭഗവാൻ തരുമെന്നുള്ളതാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ എല്ലാ നക്ഷത്രക്കാർക്കും നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്താവുന്നവർക്കും ഇപ്പം പല തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. അതായത് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രാവിലെ കടുംപായസം ചെമ്പരത്തിമാല സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. തിങ്കളാഴ്ച ശിവന് രാവിലെ നെയ്വിളക്ക് മാത്രം തെളിയിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക. ഏത് വഴിപാടാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം, അങ്ങനെ വേണം ആവർത്തിക്കാൻ. പിന്നെ ശനിയാഴ്ച വൈകിട്ട് ശിവനൊരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക. നെയ്വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഏത് വഴിപാടാണെങ്കിലും വെക്കുമ്പോൾ പ്രാർത്ഥിച്ചോണം, വെച്ച് കഴിഞ്ഞ് അങ്ങ് മറന്നേക്കണം, അങ്ങനെ ആവർത്തിക്കണം. പിന്നെ കർത്തവാവ് കഴിഞ്ഞ ഏകാദശി കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്ത ശേഷം ഈ 1 രൂപ നാണയം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. അത് വ്യാഴാഴ്ചയും കൂടെ ചെയ്യുക. സാമ്പത്തികം വന്നിരിക്കും. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാൻ തരുമോ, എനിക്ക് എങ്ങനെ കിട്ടാനാണ്, അവിടെ ലോജിക്ക് പ്രയോഗിക്കരുത്. എനിക്ക് എങ്ങനെ കിട്ടാനാണ്, സബ് കോൺഷ്യസ് മൈൻഡിന് ഒരിക്കലും ലോജിക്കില്ല. സബ് കോൺഷ്യസ് മൈൻഡാണ് ഈശ്വരൻ. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. ആ 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ച ആളുടെ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ ആ പറഞ്ഞ രീതിയിൽ ചെയ്തതാണ്. പക്ഷേ എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ലോട്ടറി അടിക്കുമൊന്നുമല്ല. ഏത് വിധേനയും ഭഗവാൻ ഭാഗ്യം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ എല്ലാ നക്ഷത്രക്കാർക്കും പരിഹാരമായിട്ട് ഈ കാര്യം ചെയ്യാം. നിങ്ങളുടെ ഈ നേട്ടം ഉണ്ടാക്കാവുന്ന സമയത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ജന്മദോഷമോ കർമ്മദോഷമോ കൊണ്ടുണ്ടെങ്കിൽ അത് മാറിക്കൊള്ളും. അല്ലാത്തവർ സ്വയമേവ അത് നല്ല രീതിയിൽ തന്നെ അനുഭവത്തിൽ വരുന്നത് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ നല്ല സമയം ഏത് വിധേനയും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സമയം പ്രയോജനപ്പെടുത്താവുന്ന നക്ഷത്രക്കാർക്ക്. അപ്പം ഇനിയും ഈ ചില നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ലോട്ടറി അതുപോലുള്ള ഭാഗ്യങ്ങളെ ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ രൂപ വെറുതെ കളയുന്നു. ആഴ്ചയിൽ ഒരു തവണ അല്ലെ മാസത്തിൽ ഒരു തവണ ഒരു ലോട്ടറി എടുക്കുക. പൈസ പോയാൽ പോട്ടെന്ന് വിചാരിച്ചെടുക്കണം, കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. കാരണം എത്രയോ ആളുകളുടെ ഭാഗ്യത്തിൽ നിന്നാണ്, എത്രയോ ഭാഗ്യമുള്ള ആളുകൾ കാണും, അതിൽ നിന്ന് നമുക്ക് ഭാഗ്യം വരണമെന്നുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ കിട്ടാതിരിക്കാം. നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. നമ്മൾ പൈസ പോയാൽ പോട്ടെന്ന് വെച്ചൊക്കെ എടുക്കണം. അങ്ങനെ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അത് ഏത് നക്ഷത്രക്കാരാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ആ നക്ഷത്രക്കാർ അത് ഒന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നത് തെറ്റില്ല. കാരണം നമ്മളൊരു കാര്യം വെറുതെ പറയാറില്ല. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ്. ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം. നിങ്ങൾ എടുക്കണമെന്നോ എടുക്കണ്ടെന്നോ ലോട്ടറി ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആ പൈസ പോയാലും കുഴപ്പമില്ല, ഒരു ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ എടുക്കാവുള്ളൂ, അല്ലാതെ സ്ഥിരം എടുക്കരുത്. നമ്മൾ ജോലി ചെയ്ത് തന്നെ സാമ്പത്തികം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഭാഗ്യം ഇടയ്ക്കൊന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അത് പൈസ പോയാൽ പോട്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, പൂർണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതെല്ലാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ എത്രയായിക്കോട്ടെ അത് നിങ്ങൾ ചിലവഴിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചില നക്ഷത്രക്കാർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒരു 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 സമയം അനുകൂലമല്ലാത്തൊരു നക്ഷത്രക്കാരൻ ഈ സമയത്ത് വീട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? വീട് വെക്കാൻ പറ്റും, പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. വീട് ഉദ്ദേശിക്കുന്ന സമയത്ത് തീരത്തില്ല. അപ്പോൾ ഒരു നല്ലൊരു സമയം നോക്കി വീട് വെക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനിയും അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന സമയം തന്നെയാണ്. ധനലാഭം, തൊഴിൽ പുരോഗതി, സ്ഥാനമാനങ്ങൾ, ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനോ വിവിധ തരം ഐശ്വര്യങ്ങൾക്കും ഒക്കെ പറ്റിയ സമയം തന്നെയാണ്. അതുപോലെ ഉത്രം മുക്കാല്, ശ്രദ്ധിച്ച് കേട്ടോണം, ഉത്രം മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം വീട് മാറ്റം, വീട് മെയിൻ്റെനൻസ്, പുതിയ വീട്, ജോലി മാറ്റം, ജോലിയിൽ കൂടുതൽ ഉയർച്ച, ശത്രു വിജയങ്ങൾ, ചിലർക്ക് പ്രമോഷനുമൊക്കെ ഉണ്ടാകാം, സ്ഥാനമാനങ്ങൾ, പിന്നെ ചില സ്ഥാനങ്ങൾ സംഘടനയിലോ സമൂഹത്തിലോ ചില സ്ഥാനങ്ങളൊക്കെ ചിലർക്ക് ലഭിക്കാം, കുടുംബ ഐശ്വര്യം, തൊഴിൽ ഉയർച്ച ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഇത് നിങ്ങളത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, നിങ്ങളതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മറ്റു കർമ്മദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ, ജന്മദോഷമോ കർമ്മദോഷമോ ഒക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുകൂടി അനുസരിച്ചിരിക്കും പൂർണ്ണമായിട്ടും ഈ ഫലം അനുഭവത്തിൽ വരാൻ. എങ്കിലും ഏകദേശം പല ആളുകൾക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്ന തന്നെയാണ്. അങ്ങനെ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മദോഷമുണ്ട് അല്ലെങ്കിൽ കുടുംബദോഷമുണ്ട്, മറ്റു ചില കാര്യങ്ങളുണ്ടെങ്കിൽ ശിവനും ഭദ്രകാളിക്കും ഞാൻ പറഞ്ഞ വഴിപാടുകൾ ഏത് നക്ഷത്രക്കാർക്ക് ചെയ്താലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതാണ്. ഇനിയും അപ്പം ഇത്രയും നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി ലോട്ടറി ഭാഗ്യം ചില നക്ഷത്രക്കാർക്ക് ഇപ്പം നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു. അപ്പം വല്ലപ്പോഴും ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ പോട്ടെന്ന് വിചാരിച്ച് ഒരു ലോട്ടറി എടുക്കുക, അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ അത് ഏത് നക്ഷത്രക്കാർക്ക് കൂടുതൽ നന്നായിരിക്കുമെന്നുള്ളത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് ലോട്ടറി അടിക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പോട്ടെന്ന് വെച്ച് എടുക്കണം, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ലോട്ടറി ഭാഗ്യം ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒരു പ്രാവശ്യമെങ്കിലും, കൂടുതൽ എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ്. ഉത്തരം മുക്കാല്, ശ്രദ്ധിച്ച് കേട്ടോണം. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പലർക്കും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അല്ലെ ഇതുപോലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ പറയുന്ന അല്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യം പറയത്തില്ല. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇനിയും എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എത്രയോ ആളുകളുണ്ട്, അവരിൽ കൂടുതൽ ഭാഗ്യമുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കൊന്നും ചെയ്യണ്ട, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പൈസ പോയെന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അത് ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ മാത്രം, കൂടുതൽ ചെയ്യരുത്. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ചെയ്യണമെന്ന് ചെയ്യുന്നതും പറയത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ഉത്രം മുക്കാല്, ചിത്തിര പകുതി, മൂലം, പൂരാടം, അത്തം, ഉത്രാട 1-ാം പാദം, അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, പൂരം, മകം, കേട്ട, അനിഴം, ഉത്രട്ടാതി, പൂരുരുട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർ വല്ലപ്പോഴും ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഒന്ന് ഇടയ്ക്ക് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു അടിക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ലോട്ടറി അടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒന്ന് ചുമ്മാ പൈസ പോട്ടെന്ന് വിചാരിച്ച് എത്രയോ പൈസ വെറുതെ കളയുന്നു എന്ന നിലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ചെയ്യണമെന്ന് പറയത്തില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തെറ്റില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ചില നക്ഷത്രക്കാരെ ഇപ്പം വിശാഖം 4-ാം പാദം,
അനിഴം വിശാഖം 4-ാം പാദം, അനിഴം കേട്ട ഈ നക്ഷത്രക്കാർ ഇവർ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഈ 6 മാസം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തൊഴിൽപരമായ പ്രതിസന്ധി. ഇവർ തൊഴിൽപരമായിട്ട് എത്ര നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചാലും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരും. ഇവരുടെ മനസ്സിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന, ആഴ്ചകളോളം മനസ്സിനെ വിഷമപ്പെടുത്തുന്ന ചില തൊഴിൽപരമായ പ്രതിസന്ധികൾ ഈ കാലയളവിൽ കൂടുതലായിട്ട് ഉണ്ടാകാം. അതുപോലെ ഈ സമയത്ത് ഇവർക്കൊന്ന് വീട് മെയിൻറ്റെയിൻ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നും, അല്ലെ വീട് മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അത് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. എങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നടക്കാം. അതുപോലെ വാഹനം വാങ്ങാം, പിന്നെ വിവാഹം കഴിയാത്തവർക്ക് വിവാഹാദി കാര്യങ്ങൾ നടക്കാം. അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കാം, മംഗളകാര്യങ്ങൾ നടക്കാം. തൊഴിൽപരമായി പ്രതിസന്ധികളെ, വീട്ടിൽ കലഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ, കേസ്, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി ചാടാതിരിക്കുക. പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇപ്പം നിങ്ങൾ നല്ലൊരു മൊബൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാലയളവിൽ അത് പണി മുടക്കാം. അല്ല, നിങ്ങൾ നിത്യം വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫാനായിക്കോട്ടെ, പെട്ടെന്ന് അത് പണി മുടക്കാം. ഇങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പണി മുടക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വീട് മാറ്റം, വീട് മെയിൻ്റെനൻസ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പിന്നെ മംഗളകാര്യങ്ങൾ നടക്കാമെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ട് കുടുംബകലഹം അതുപോലുള്ള വഴക്ക കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഭദ്രകാളിക്കും ശിവനും ഞാൻ പറഞ്ഞു ചെയ്താൽ മതി, അതിനകത്തൊരു കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണെങ്കിലും അറിയുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും. ഇപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നത് കൊണ്ട്, മനസ്സിലാക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേട്ടം ഉണ്ടാക്കേണ്ട നക്ഷത്രക്കാർക്ക് നേട്ടം ഉണ്ടാക്കാം. നഷ്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഈ എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ഉള്ള ഈ 6 മാസത്തെ കാലയളവിലെ പറയുന്ന ഫലങ്ങളെല്ലാം സാമാന്യ ഫലങ്ങളാണ്, പൊതുഫലങ്ങളാണ്. അവരുടെ ജനിച്ച സമയവും ഗ്രഹനിലയും ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ സമയത്ത് ജനിക്കുന്നത്. അതൊക്കെ അനുസരിച്ച് അത് ഫലങ്ങളിൽ വ്യത്യാസം വരാം. നാൾ വെച്ച് പറയുന്നത് സാമാന്യ ഫലങ്ങളാണ്, പൊതുഫലങ്ങൾ മാത്രമാണ്. എങ്കിൽ പോലും അത് നല്ല കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഗുണമുണ്ടാക്കാം. ദോഷമായ സമയങ്ങളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നല്ല സമയങ്ങളിൽ പ്രയോജനപ്പെടുത്താം. നല്ലത് മാത്രം ഇത് അറിയുന്നതുകൊണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് മകം പൂര ഉത്രം. ഉത്രം 1-ാം പാദം ശ്രദ്ധിച്ചോണം കേട്ടോ. 1-ാം പാദം എന്ന് പറഞ്ഞാൽ ആ 1-ാം പാദക്കാർക്ക് ആ ഫലം വരത്തുള്ളൂ, അടുത്ത പാദക്കാർക്ക് വരത്തില്ല കേട്ടോ. മകം പൂരം ഉത്രം 1-ാം പാദം. തൊഴിൽപരമായിട്ടൊരു മാറ്റം ഉണ്ടാകാം, ഒരു ചേഞ്ച്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാൾ, അവർക്ക് ഈ കാലയളവിൽ പുതിയൊരു തൊഴിൽ മാറ്റത്തിൻ്റെ ചിന്ത ഉണ്ടാകാം. ചിലരത് മാറുകയും ചെയ്യും. അപ്പം ഈ തൊഴിൽ മാറ്റം ഈ സമയത്ത് ഉണ്ടായാൽ ആദ്യം ബുദ്ധിമുട്ട് വരും. ഞാൻ ഒരു പൂര നക്ഷത്രക്കാരനോട് പറഞ്ഞായിരുന്നു ഈ അടുത്തിടയ്ക്ക്, അവർക്ക് വിദേശത്തേക്കൊരു പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പോകാൻ പറ്റും, തൊഴിൽ മാറേണ്ട സമയം തന്നെയാണ്. പക്ഷേ അവിടെ ചെന്നാൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. പിടിച്ചു നിൽക്കാമെന്നുണ്ടെങ്കിൽ പോവുക. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവർക്കവിടെ ആളുകളുണ്ട്, അവർക്ക് കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റും. ഒക്കെ പോയി അവിടെ ചെന്നു, ജോലിയൊക്കെ കിട്ടി. പക്ഷേ ജോലി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞത് കറക്റ്റായിട്ട് അത് വന്നെന്ന് പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, തിരിച്ച് വരാൻ പോകാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പരമാവധി നോക്കെ, പിടിച്ചു നിന്നാൽ രക്ഷപ്പെടും. അപ്പം കൃത്യമാണത്, അത് സത്യമാണ്. അപ്പം ഈ അടുത്തിടയ്ക്കുണ്ടായൊരു സംഭവം പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, ഇവിടെ പുരുഷ സൂക്താർച്ചന കൃഷ്ണന് വ്യാഴാഴ്ച ചെയ്യേ, തൊഴിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ അത് അവർ ആവർത്തിക്കുന്നുണ്ട്. ആദ്യം ഒരു 11 ദിവസം അടുപ്പിച്ച് ചെയ്യണം, 11 ദിവസം. പിന്നെ വ്യാഴാഴ്ചകളിൽ പുരുഷ സൂക്താർച്ചന കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ കൊടുക്കണം. കൃത്യമായിട്ട് ചെയ്താണ് പിടിച്ച് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു കൊടുത്തു, അവരത് ചെയ്യുന്നുണ്ട്. അത് ശരിയായിട്ട് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് വഴി പറയാനേ പറ്റത്തുള്ളൂ, പിന്നെ അത് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം മകം പൂര ഉത്രം 1-ാം പാദം തൊഴിൽ മാറ്റത്തിനുള്ള ഒരു സമയമാണ്. തൊഴിൽ മാറ്റമുണ്ടാകാം, പക്ഷേ ശ്രദ്ധിച്ചോണം. നിങ്ങൾ തൊഴിൽ മാറിയാലും പുതിയ തൊഴിൽ പ്രവേശിച്ചാൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുമില്ലാതെ ലോണൊക്കെ അടയ്ക്കേണ്ടവർക്ക് ലോണ് മുടങ്ങും. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും.
അപ്പോൾ അത് കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉപകരിക്കും. വിദേശവാസത്തിന് പറ്റിയ സമയമാണ്. അതിന് ശ്രമിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് തൊഴിൽ മുടങ്ങുക ഈ കാലയളവിൽ ഒരു ആശുപത്രി കേസ് കെട്ടായിക്കോട്ടെ, നിങ്ങൾക്കൊരു വയ്യാഴിക ആയിക്കോട്ടെ, തൊഴിൽപരമായൊരു ഇടയ്ക്കൊരു തടസ്സങ്ങൾ ഉണ്ടാകാം. പിന്നെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പം ശാരീരിക വേദന, ചിലർക്ക് ഈ പെടലി വേദന അല്ലെങ്കിൽ നടുവിന് വേദന അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം ഈ ഒരു കാലയളവുകളിൽ. പിന്നെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. പിന്നെ വീട് മെയിൻ്റനൻസ്, ചിലർക്ക് വീട് മാറ്റം, പുതിയ വീട്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകാം. പിന്നെ മംഗളകാര്യങ്ങൾ നടക്കാം, വീട്ടിൽ വിവാഹം നടക്കാത്തൊരു വിവാഹം നടക്കാം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ സമയം, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അങ്ങനെയുള്ളൊരു സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും എന്നുള്ളതാണ്. ഇനിയും കാർത്തിക, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ തൊഴിൽപരമായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു 6 മാസം. അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിൽ മാറ്റം, വീട് അതുപോലുള്ള കാര്യങ്ങൾ, മെയിൻ്റനൻസ്, പിന്നെ വീട്ടിലെ കലഹങ്ങളെ, കാര്യങ്ങളെ, കൂടുതലും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ അന്ന് വരെ നിങ്ങൾ പണ്ട് എപ്പോഴോ ചെയ്ത തൊഴിൽ മിസ്റ്റേക്ക് വരെ ഈ ഒരു കാലയളവിൽ കുത്തിപ്പോക്കും. നിങ്ങൾക്ക് തന്നെ അത് വിനയായിട്ട് വരാം. പണ്ട് എപ്പോഴോ ചെയ്ത തൊഴിൽപരമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു കാലയളവിൽ എങ്ങനെയെങ്കിലും ഉയർന്നു വരാം. തൊഴിൽപരമായി സാമ്പത്തികപരമായ ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ തൊഴിൽ മാറ്റമുണ്ടാകാം, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, വീട്ടിൽ കലഹങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, വീട് മെയിൻ്റനൻസ്, വീട് മാറ്റം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. മാനഹാനി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഒരു തൊഴിൽ മാറിയാൽ പുതിയ തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സമയത്ത് ഒരു തൊഴിലിൽ നിന്ന് മാറിയാൽ പുതിയ ഒരു തൊഴിൽ കിട്ടാനോ പുതിയ ഒരു തൊഴിൽ നല്ല രീതിയിൽ ചെയ്യാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ തൊഴിൽ മാറാതെ പറ്റത്തില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ മാറിക്കോളൂ, അതിൻ്റെ അകത്ത് തെറ്റില്ല. ഇനിയിപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കുക തൊഴിലിൽ. ഇനി അങ്ങനെ മാറുന്നവരുണ്ടെങ്കിൽ അവർ ഭദ്രകാളിക്കും ശിവനും ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക, നന്നായിരിക്കും. ഞാനിതുപോലെ ഈ നാളിനെക്കുറിച്ച് നേരത്തെ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടു, തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾ മെസ്സേജ് ചെയ്തു. ആ വീഡിയോ ഇട്ട് ആ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ തൊഴിൽ അവർക്ക് നഷ്ടമായി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു സാധ്യതകളാണ് ഇതല്ല. ഇന്ന് നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റം വരുത്താം. നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, ഈശ്വരാധീനത്തോടുകൂടി ചെയ്യുക, ഇതിലൊക്കെ മാറ്റം വരുത്താം. ഇതൊക്കെ സാമാന്യ ഫലങ്ങൾ തന്നെയാണ്. ഏത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താം. ചിലർ പറയാറുണ്ട് അത് നടക്കും അല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് രണ്ടും തെറ്റാണ്. നടക്കുമെന്നോ നടക്കത്തില്ലെന്നോ പറയാൻ നമ്മൾ ആളല്ല, അത് ഈശ്വരനാണ്. നമുക്കൊരു നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനങ്ങനെ പറയാറുള്ളൂ. കാരണം നടക്കുമെന്നോ നടക്കത്തില്ലെന്നും പറയുന്നത് അത് എൻ്റെ ഒരു അറിവില്ലായ്മയാണ്. ഞാനങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പറയാറില്ല. കാരണം അത് ഈശ്വരന് മാത്രം ഈശ്വരന് മാത്രം അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഗൈഡൻസ് കൊടുക്കാം, നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അത് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം മൂലം, പൂരാടം, ഉത്തരാടം എന്ന് ഞാൻ പറഞ്ഞു. ആ മൂലം നാളുകാർ ഞാൻ പറഞ്ഞ രീതിയിൽ തൊഴിൽ മാറി നല്ലൊരു ബിസിനസ്സിലേക്ക് വന്ന് സാമ്പത്തികം ഉണ്ടാക്കുന്നവരുണ്ട്. ഈ പറയുന്ന സമയം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയവരുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഞാനിതൊക്കെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടാണ് ഈ പറയുന്നത്, അല്ലാതെ ചുമ്മാ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ ഒരു ബുക്കുണ്ട്, ആർക്കും നാളെ നോക്കി പറയാം, അങ്ങനെ പറയുന്നതല്ല ഈ പറയുന്നത്. ഇതാണ് ശരിയായിട്ട് മനസ്സിലാക്കുന്നവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവൻ്റെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കും. നമ്മൾ അനുകൂലമല്ലാത്തൊരു സമയത്ത് പോയി നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് പൈസ മുടക്കാൻ നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതൊരു ലാഭം തന്നെയാണ്. പിന്നെ നല്ല സമയം പ്രയോജനപ്പെടുത്താനും പറ്റും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര,
പുണർദം 1, 2, 3 പാദങ്ങൾ. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ പറയുന്നത് ഏറെക്കുറെ അനുഭവമായിരിക്കും. കണ്ണടച്ചോട് പറയാൻ പറ്റും. എന്താ? പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടും, യാത്രകൾക്ക് അവസരമുണ്ടാകും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതുവരെ പോകാത്ത ചില ഈശ്വര സന്നിധികളിൽ എത്താൻ പറ്റും ഈ നക്ഷത്രക്കാർക്ക്. ശ്രദ്ധിച്ചു കേട്ടോണം. മകയിരം 3, 4 പാദങ്ങൾ. മകയിരം മൊത്തമില്ല, ആ പറയുന്നത് മാത്രം മനസ്സിലാകും. 3, 4 പാദങ്ങൾ മകയിരം. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തിരുവാതിര, അതായത് മിഥുനൻ രാശി വരുന്ന പുണർദം 1, 2, 3 പാദങ്ങൾ മാത്രം, 4ാം പാദമില്ല. അപ്പം മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ദീർഘയാത്രകൾ, അല്ലെ യാത്രകൾ, ദീർഘയാത്ര ആയിക്കോട്ടെ ലഘുയാത്ര ആയിക്കോട്ടെ, ഈശ്വരാധീനത്തിന് വേണ്ടിയുള്ള പുതിയ ഈശ്വര സന്നിധികളിൽ പോകാൻ പറ്റും. ഈശ്വരീയമായ കാര്യങ്ങൾ കൂടുതലായിട്ട് പങ്കെടുക്കാൻ പറ്റും. ഇതുവരെ അറിയാത്ത ഈശ്വരീയമായ കാര്യങ്ങൾ അറിയും. ഇതുവരെ പോകാത്ത ഒരു പുതിയ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റും. മാത്രമല്ല ചിലർക്കെങ്കിലും അവരുടെ കുട്ടികൾക്ക് വേണ്ടി വിദേശത്ത് കുട്ടികളെ നോക്കാനൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. അത് ഇന്നൊരാൾ ഇവിടെ യാദൃശ്യമായിട്ട് വന്നപ്പം അവരുടെ മകയിരം ആണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ കുട്ടികളെ ഇതുപോലെ പോകാൻ വേണ്ടി നോക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ പലരുടെയും ഈ സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്, അതെനിക്കറിയാം. അപ്പം വിദേശത്തൊക്കെ ഇപ്പം കുട്ടികളെ നോക്കാനോ മക്കളുടെ കുട്ടികളെ നോക്കാനോ ഒക്കെ പോകേണ്ട ഒരു സമയമാണ് അങ്ങനെയുള്ളവർക്ക്. പറഞ്ഞാൽ മനസ്സിലായി, അത്ര ആക്യുറേറ്റായിട്ടായി പറയുന്നത്. അപ്പം നല്ല അനുഭവങ്ങൾക്ക് ഇവർക്ക് ഉള്ള ഒരു സമയം തന്നെയാണ്. അത് പ്രയോജനപ്പെടുത്തുക. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടു അവധൂത സമാധികളിലൊക്കെ പോകുന്നു. ഈ നാളുകാർക്ക് ഇപ്പോഴതൊക്കെ പറ്റും. പലയിടത്ത് അവധൂത സമാധികളിലോ ഈശ്വരീയമായ പുതിയ സങ്കേതങ്ങളിലോ നല്ല പുണ്യസ്ഥാനങ്ങളിലോ ഈശ്വരീയമായ യാത്രകളോ ഒക്കെ ഉണ്ടാകാൻ അനുഭവമുള്ള സമയമാണ്. എങ്ങനെങ്കിലുമൊക്കെ അത് വരും. പല ഈശ്വരീയ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. നല്ല ഒരു പ്രയോജനപ്പെടുത്താവുന്ന സമയം തന്നെയാണ്. ഇനിയും അതാ ഞാൻ ഞാനിതുപോലെ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് എങ്ങൊന്നും ആരും പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാരണം ആ മുരുകൻ്റെ ഒരു ഉപാസനയോട് കൂടിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇനിയും അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, ഊരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. ഇവർ ഏറ്റവും കൂടുതൽ ചിലർ ചോദിക്കും ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പം അവിട്ടം 3, 4 പാദങ്ങളാണെങ്കിൽ, ചതയം നക്ഷത്രമാണെങ്കിൽ, ഊരുരുട്ടാതി 1, 2, 3 പാദങ്ങളാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. സംശയമൊന്നുമില്ല, ഇപ്പം ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ എപ്പം ചെയ്യാമെന്ന് ചോദിക്കും. പറയാം, കുറച്ച് കൂടി കഴിഞ്ഞ് പറയാം എന്ന് പറയും. കാരണം ഒരു 2 അല്ലെങ്കിൽ 2 വർഷം മുന്നോട്ട് തള്ളി മതി എടുത്ത് ചാടി ചെയ്യേണ്ടെന്ന് പറയും. അത് അവർക്ക് ഗുണം ചെയ്യും. ഇപ്പം ബിസിനസ് ചെയ്തുള്ള പൈസ മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പൈസയും നഷ്ടപ്പെട്ട് സ്ഥലവും കടവും ബാധ്യതയായി വെളിയിറങ്ങേണ്ട അവസരം ഒഴിവാകും. അതാണ് ശരിയായിട്ടുള്ള ജ്യോതിഷം. പറഞ്ഞാൽ മനസ്സിലാകും. അല്ലാതെ കുറേ നാൾ ബുക്കി നോക്കി കാണാൻ പഠിച്ച് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ പുറകെ നടക്കാൻ പറയുകയോ എപ്പോഴും എന്നെ വന്ന് കാണാൻ പറയുകയോ ഇതൊന്നും അല്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തും, ഇല്ലാത്തൊരു പ്രയോജനപ്പെടുത്തത്തില്ല. അത്രേ ഉള്ളൂ. ഇത് ഏത് ഒരു ശാസ്ത്രമാണെങ്കിലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം, അല്ലെ പണം നഷ്ടപ്പെടാം. അതുപോലെ ഈ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും വന്നേച്ച് പറയും ഇച്ചിരി സ്വർണം തരാമോ, ഞങ്ങൾ പിന്നെ അങ്ങ് അടുപ്പിച്ച് തരാം. കൊടുത്താൽ ചിലപ്പം കൊടുത്ത പോലെ ഇരിക്കും. തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കാൻ പറ്റും. വലിയ തുകകൾ കടം കൊടുത്താൽ കൊടുത്ത പോലെ ഇരിക്കും, പിന്നെ കരഞ്ഞുകൊണ്ട് അടക്കേണ്ടി വരും. അപ്പോൾ അത് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക അവനവൻ്റെ ഇഷ്ടം. അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതേ ഉള്ളൂ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനിയും ഏതൊരു കാര്യവും തടസ്സപ്പെട്ട് നിൽക്കാം. അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ സമയങ്ങൾ. ഒരു റോഡിൽ കൂടെ നടക്കുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും ഒക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. അതുപോലെ കുളിമുറി തെന്നി വീഴുക, പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പൊക്കമുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക. റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുകയാണെങ്കിൽ സാധാരണ കൂടുതൽ ശ്രദ്ധിക്കണം. അബദ്ധങ്ങൾ പറ്റാവുന്ന സമയമാണ് ഈ ഒരു സമയങ്ങളിൽ. നമ്മുടെ ഒരു നല്ല സമയങ്ങളല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പല മിസ്റ്റേക്കുകളും പറ്റാം. വണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. വേറെ ഒരു കുഴപ്പമില്ല. ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിക്കണം. സാധാരണ കൂടുതൽ ശ്രദ്ധിക്കണം.
പിന്നെ ശിവനും ഭദ്രകാളിക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഈ എല്ലാ നക്ഷത്രക്കാർക്കും. ശിവനും ഭദ്രകാളിക്ക് കാര്യങ്ങൾ ശരിയായിട്ട് ആവർത്തിച്ച് ചെയ്താൽ ദോഷ സമയങ്ങൾക്കാർക്കും ഏറ്റവും നല്ലതാക്കി മാറ്റാൻ പറ്റും. നല്ല സമയമുള്ളവർക്കും അത് ഏറ്റവും പ്രയോജനപ്പെടുത്താനും പറ്റും. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയും പുണർദം നക്ഷത്രം 4-ാമത്തെ പാദം, അതുപോലെ തന്നെ പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാർ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ചെയ്താൽ അതിലൊക്കെ തടസ്സമുണ്ടാകാം, ധനനഷ്ടമുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാം. അതുപോലെ വീട് ഇപ്പോൾ ഒരു പുണർദം നക്ഷത്രക്കാരന് ഈ സമയത്ത് വീട് വെക്കണം. പുണർദം 4-ാം പാദം മാത്രമേ ഉള്ളൂ കേട്ടോ, 4-ാം പാദത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പുണർദം 4-ാം പാദം, പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരുടെ കാര്യമാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നു ഈ സമയത്ത് വീട് വെക്കണമെന്ന്. വീടൊക്കെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കാനും പറ്റും, അതിലൊന്നും കുഴപ്പം വരത്തില്ല. പക്ഷേ പണി ഉദ്ദേശിക്കുന്ന സമയത്ത് തീരണമെന്നില്ല, ഇരട്ടി സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം. മനസ്സിലായി? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നില്ല, ചെയ്താൽ നമുക്കത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും നമ്മുടെ ജീവിതത്തെ ആ സാമ്പത്തിക നഷ്ടം ബാധിക്കുകയും ചെയ്യാതെ നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് പറയും, ഇപ്പം വീടിൻ്റെ കാര്യങ്ങൾ ഇച്ചിരി മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഈശ്വരാധീനത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാമെങ്കിൽ ചെയ്തോളൂ, അതിൻ്റെ അത് തെറ്റില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ പാകപ്പുഴ വന്നു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകാം, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, ഈശ്വരാധീനത്തോടു കൂടി ചെയ്യുക. അല്ലാത്തൊരു കഴിവതും മാറ്റി വെക്കുക. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വീട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും വീട് വെക്കുന്നതും ഒക്കെ ഈ സമയത്ത് ഒരു തടസ്സപ്പെടാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇരട്ടി നഷ്ടങ്ങൾ ഉണ്ടാകാനോ വീട് പണിയൊക്കെ പൂർത്തിയാകാൻ കാലതാമസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും. എന്നോട് പണ്ടൊരാൾ വന്ന് ചോദിച്ചു, അദ്ദേഹം വെറുതെ ചോദിച്ചതാണ്, അദ്ദേഹം എവിടെയോ നോക്കിച്ചിട്ട് വീട് പണി തുടങ്ങുകയും ചെയ്തു. എന്നോട് ചോദിച്ചു വീട് വെക്കാൻ പറ്റിയ സമയമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ അറിവ് പറഞ്ഞു വീട് പണിക്ക് പറ്റിയ സമയമല്ല, ഇച്ചിരി മാറ്റി വെക്കുന്നതാണ് നല്ലത്, മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം എവിടെയോ നോക്കിച്ചു, അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തർക്കും അതൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നോക്കിച്ചു, അതിനിപ്പോൾ നല്ല കാര്യമാണ്, എവിടെയാണ് നോക്കിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നല്ല സമയമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം പുള്ളി പെരപണി തുടങ്ങിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ആയില്ല, അതിനു മുമ്പ് പുള്ളി നടന്നു പോയ വഴിക്ക് തല ഇറങ്ങി വീണ് തലയിലെ ഞരമ്പ് പൊട്ടി ഐസിയുയിൽ കിടന്ന് ഞാൻ കാണാൻ പോയതാണ്. എന്നിട്ട് പുള്ളിക്ക് ബോധം വന്ന് എല്ലാം ഭേദമായപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് പറഞ്ഞതല്ലായിരുന്നു, ഈ സമയം ആരോഗ്യ പ്രശ്നം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഈ സമയത്ത് നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്, അപ്പം നമ്മളത് ശ്രദ്ധിച്ചു, അത് മരുന്നൊക്കെ കഴിച്ച് അതിന് ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല. പറഞ്ഞ് മനസ്സിലായി? എന്ന് വെച്ചാൽ അതുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഇന്ന് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നുമില്ല, ചിലർക്കെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് തന്നെ കിണർ കുടിച്ചിട്ട് വെള്ളം കാണുന്നില്ല. അപ്പോഴമ്മ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ സമയത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ തുടങ്ങരുതെന്ന്. ഇദ്ദേഹം തുടങ്ങിയിട്ട് എന്നോട് ചോദിക്കുകയാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല അതൊന്നും. ഞാൻ പറഞ്ഞു പെരുന്ന മാരണത്തുകാവ് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ഭദ്രകാളിയുണ്ട് NSS സ്കൂളിൻ്റെ പുറകിൽ, കടുംപായസം ചെമ്പരത്തിമാലയും കൊടുക്ക് പ്രാർത്ഥിക്കും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന നല്ല വിശ്വാസത്തോടെ ആണെങ്കിൽ അമ്മ നിങ്ങൾക്ക് ഫലം നൽകും. ഞാനൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും, പക്ഷേ എനിക്ക് അത് ഉറപ്പുണ്ട് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ ഫലം കിട്ടുമെന്ന്. അവിടെ വഴിപാട് ചെയ്തു, വെള്ളം കണ്ടു. നമ്മൾ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ഇന്ന സമയത്ത് തൊഴിൽ മാറരുതെന്ന് പറഞ്ഞാൽ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ലോൺ മുടങ്ങാതിരിക്കും, മാറിയാൽ നിങ്ങളുടെ ലോൺ മുടങ്ങി നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക് അറിയുന്നവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ചുമ്മാ ഒരു ബുക്ക് വെച്ച് കുറേ നക്ഷത്രം പറയുമൊന്നും അല്ല. ഈ പല കാര്യങ്ങളും ചെയ്ത് കാണിച്ച അല്ലെങ്കിൽ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്ന നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ അത് ഗുണം ചെയ്യും. ഇന്ന കാലഘട്ടം ശ്രദ്ധിക്കണം, ആ സമയങ്ങളിൽ അത് ശ്രദ്ധിക്കണം. ഇപ്പം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടാവുമെന്ന് പറഞ്ഞ് ആ നക്ഷത്രക്കാർക്ക് അത് ശ്രദ്ധിക്കണം. ചിലപ്പം മൊബൈലായിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, അങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു,
ആശാനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. ഞാൻ നാളെ നക്ഷത്രമൊന്നും കാണാറില്ല, പക്ഷെ നിങ്ങളുടെ ഒരെണ്ണം കണ്ടു. ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത് ഇന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കറക്റ്റ് ആ ഫോൺ അടിച്ചു പോയി എന്ന് പറഞ്ഞ് എനിക്കിപ്പം വിശ്വാസമാണെന്ന് പറഞ്ഞ് ഒരാൾ എനിക്ക് അന്ന് മെസ്സേജ് ചെയ്തതായിട്ട് ഇന്ന് ഓർക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ്, നേരത്തെ കുറേ വർഷം മുമ്പ് ഇട്ട ഒരു വീഡിയോ ആണ് അന്ന് നാളിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ സാധ്യതകളാണ്, ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പം അങ്ങനെ ഒരു സമയമാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മൊബൈൽ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും വരത്തില്ല. പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റും, ശ്രദ്ധിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട്. ആ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ട് തരുന്നത്. അല്ലാതെ ഇതെല്ലാം അങ്ങനെ സംഭവിക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് പല പല ഗുണങ്ങളുണ്ടാകും. പറഞ്ഞു മനസ്സിലെ ജീവിതത്തിൽ അത് വലിയ മാറ്റമുണ്ട്. ആ പ്രായോഗികതയാണ് ഞാൻ പറയുന്നത്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. ഇപ്പം പുണർത്തം 4-ാം പാദക്കാരൻ കൊണ്ട് ഇപ്പം വീട് വെച്ചാൽ അങ്ങനെ ഇരിക്കും. വീട് വെക്കാം, എല്ലാം നടക്കും, പക്ഷെ പണി ചിലപ്പോൾ തടസ്സപ്പെടാം. അല്ലെങ്കിൽ ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വരാം. നിർബന്ധമൊന്നുമില്ല, സാധ്യതകളും. അല്ലെ ആയില്യം നാൾ തന്നെ ഇപ്പോൾ വീട് മാറി അങ്ങനെ ഇരിക്കും. വീട് ചിലപ്പോൾ മാറാൻ പറ്റും, പക്ഷെ അവിടെ പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും. അല്ലെങ്കിൽ ഒരു 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 വണ്ടി സംബന്ധമായ കാര്യങ്ങൾ, അതും പുണർതം 4-ാം പാദം ആയില്യം പൂയം വാഹനം സംബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ ആയില്യം നാളുകാരുടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടായിരുന്നു. അത് വീഡിയോ ഒരാൾക്ക് അത് കഴിഞ്ഞ് ഓട്ടോ തലകുത്തി മറിഞ്ഞ് പുള്ളി കൈയും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പം ഞാൻ കാണാൻ ചെന്നപ്പോൾ അവരുടെ വീട്ടിലെ ആ വീട്ടുകാരെൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം വീഡിയോ ഒന്നും കാണത്തില്ല. പറഞ്ഞു, നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അത് കറക്റ്റ് അത് സംഭവിച്ചെന്ന്. അപ്പോൾ ഈ വീണ പുള്ളി അല്ലെ വണ്ടി ആ പുള്ളി കണ്ടിട്ടില്ല, പുള്ളിക്ക് സമയമില്ല, അല്ലെങ്കിൽ വിശ്വാസം കാണത്തില്ല. പക്ഷേ വീട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കണ്ടായിരുന്നു, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അപ്പം വഴിപാടുകൾ പറഞ്ഞായിരുന്നു അത് എന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ ആയില്യം പൂയം പുണർതം 4-ാം പാദമൊക്കെ വാഹനവും ശ്രദ്ധിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പം ഉണ്ടാകത്തുമില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ, ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇനിയും ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ, ഈ നക്ഷത്രക്കാർ മാനസികമായിട്ട് ഇങ്ങനെ കാർന്ന് തിന്നുന്ന പോലെയുള്ള ഒന്നുമില്ലേ പോലും എന്തെങ്കിലും മാനസികമായിട്ടൊരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. ഈ ഒരു ഏകദേശം 6 മാസം കുടുംബപരമായിട്ട് ഒരു പ്രശ്നമില്ലെങ്കിലും ചുമ്മാ ബഹളം ഉണ്ടാകാം. സാമ്പത്തികം വഴിമുട്ടാം, വരുമാന മാർഗം തടസ്സപ്പെടാം. എത്ര വരുമാനമുള്ളവർക്കും സാമ്പത്തികമായിട്ട് ബ്ലോക്ക് വരാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബ്രേക്ക്, വാഹനത്തിൻ്റെ കണ്ടീഷൻ, ടയറ് എല്ലാം ചെക്ക് ചെയ്ത് ദിവസവും നോക്കണം. പിന്നെ ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ്, റോങ് ഓവർടേക്കിങ്, ക്ഷീണമുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യുക, ഇതൊക്കെ ഒഴിവാക്കുക. ഞാൻ ഇതുപോലെ ഒരാൾക്ക് അയാളുടെ നക്ഷത്രം തിരുവോണമോ അത് അവിട്ട 1, 2 പാദമോ വേണ്ട അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഒരാൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നി സാധ്യത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പുള്ളി എന്നെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ കൈകൂപ്പി. വലിയ ഉപകാരമായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് പോയി കിടക്കുമായിരുന്നു. അതുകൊണ്ട് പോയി എവിടെയെങ്കിലും ഇടിച്ചാൽ ഒരു അപകടം പറ്റിയാൽ, ഒരു മോശ സമയത്ത് ഒരു അപകടം പറ്റിയാൽ, കയ്യോ കാലോ നട്ടലോ എന്തോ ആയിക്കോട്ടെ, പിന്നെ മോശ സമയത്താണ് പറ്റുന്നെങ്കിൽ അതിൻ്റെ ദോഷഫലം വർഷങ്ങളോളം നമ്മളെ അലട്ടാം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. വലിയ ഉപകാരമാണ് ചെയ്ത്. ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് അതെനിക്ക് നന്നായി. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ കൈ കൂപ്പണ്ട, ഞാൻ നിങ്ങളെ തിരിച്ച് കൈ കൂപ്പുക. ഇതൊക്കെ ഈശ്വരനാണ്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കേൾക്കുക, ശ്രദ്ധിക്കുക, ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത് അനുഭവമാണ്. വളരെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വഴക്കിനും കാര്യങ്ങൾക്കൊന്നും ഈ സമയത്ത് പോകരുത്. ധനം ലഭിക്കാനുള്ള വഴികൾ തടസ്സപ്പെടാം. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭദ്രകാളിക്കും ശിവനും ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്താൽ മതി. പിന്നെ ചൊവ്വാഴ്ചകൾ മുരുകന് ത്രിമധുരവും 10 രൂപയുടെ എള്ളെണ്ണ നെയ്വെള്ളം കൂടെ കൊടുക്കുക. അതുകൂടെ ചെയ്താൽ സാമ്പത്തികമൊക്കെ വന്നോളും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതൊന്നും അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നക്ഷത്രക്കാരും ഒരു നിർബന്ധമല്ല അങ്ങനെ സംഭവിക്കണമെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾ വഴിപാട് ചെയ്താൽ ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും. മനസ്സിലാകും. സന്തോഷമായിട്ടിരിക്കുക, അതിനുവേണ്ടി പറഞ്ഞു തരുന്നത്. ഇനിയും ചിത്തിര 3, 4 പാദങ്ങൾ, അതുപോലെ ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ,
ഇവർക്ക് മനോദുഃഖം വളരെ കൂടിയിരിക്കുക. ഒരു കാര്യമില്ലെങ്കിലും ദുഃഖം ഉണ്ടാകും. ഈ നാളുകാർക്ക് അത് കൂടിയിരിക്കും. ഈ ഒരു 6 മാസം മക്കളെ സന്താന വിഷയമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവർക്ക് ആ സന്താന ദുഃഖങ്ങൾ കൂടിയിരിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ, കാലിന് വേദന, കൈക്ക് വേദന, നടുവിന് വേദന, ഇതൊക്കെ പറഞ്ഞ് ആശുപത്രി കയറാനുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തികമായ അധിക ചെലവുകൾ, ഈ സമയത്ത് തോന്നും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ തോന്നും. അധിക ചെലവുകൾ ഒക്കെ ഉണ്ടാകാം. മാത്രമല്ല ഈ സമയത്ത് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, ബുദ്ധിശൂന്യത കൊണ്ട് ആപത്തുകൾ ഉണ്ടാകാം. അപ്പോഴേ ഈ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ, ഈ നക്ഷത്രക്കാർക്ക് അശ്രദ്ധ കൊണ്ട്, ബുദ്ധിശൂന്യത കൊണ്ട്, അല്ലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ ഒരു 6 മാസം ചില ആപത്തുകൾ ഉണ്ടാകാതെ ഉള്ള സാധ്യതകളുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുക. ഈ സമയത്ത് ഇവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അങ്ങനെ സാധ്യത കൂടുതലാണ്. പിന്നെ പട്ടി അതുപോലുള്ള കാര്യങ്ങൾ, മൃഗങ്ങളിൽ നിന്ന് പട്ടിയുടെ കടി കിട്ടാം. അല്ലെങ്കിൽ കാരണം അശ്രദ്ധ, മൈൻഡ് വേറെ ആയിരിക്കും ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ട്. ഇപ്പോൾ ഒരു 2 പാളങ്ങളുള്ള പാളത്തെ കൂടെ പോകാമെന്ന് വിചാരിക്കുക. ഒരു വളകൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ട്രെയിൻ വരുന്നു, ആ പാളത്തെ കൂടെ ഈ പാളത്തെ കൂടെ ഊഹി ചിലവൻ ചെയ്യുന്ന മാറുന്ന പാളം ചിലപ്പം തെറ്റായിട്ട് മാറാം. സാധ്യത ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ബുദ്ധിപരമായിട്ട് അബദ്ധം ചെയ്യാം. അല്ല, ബുദ്ധിപരമായിട്ട് അബദ്ധം എന്നല്ല, ബുദ്ധി കൊണ്ട് ചിലപ്പോൾ അബദ്ധങ്ങൾ കാണിക്കാം, ചിന്തകൾ കൊണ്ട് അബദ്ധം കാണിക്കാം, ബുദ്ധിശൂന്യത ഉണ്ടാകാം. റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെപ്രാളം കൊണ്ട് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപകടം ഉണ്ടാകാം. വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഒരു തെറ്റായ രീതിയിൽ ഒരു ഏതെങ്കിലും രീതിയിൽ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചെറിയ സാധ്യതകൾ മാത്രമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പറഞ്ഞ മനസ്സിലാകും. അപ്പം ഈ സമയത്ത് മനസ്സ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ഏതെങ്കിലും ഒരു ടെൻഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. മനസ്സ് നിങ്ങളുടെ ആ ഒരു അശ്രദ്ധ കൊണ്ട് പല പ്രതിസന്ധികളിലേക്കും പോയി ചാടാം ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. പിന്നെ വഴിപാട് ചെയ്യുക. ഒരു കുഴപ്പം വരുന്നില്ല. ഇങ്ങനെ ഉണ്ടാകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല, ഉണ്ടാകത്തുമില്ല. ഞാൻ ചെറിയ സാധ്യതകൾ പറയുന്നതേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ശിവനും ഭദ്രകാളിക്കും പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് പടി കയറി പോവുക. ചിലപ്പോൾ 1ാമത്തെ പടി കയറിയിട്ട് 3ാമത്തെ പടിയിലോട്ടായിരിക്കും ഏതെങ്കിലും ചിന്തിച്ചുകൊണ്ട് കയറുന്നത്. അപ്പോൾ അതിന് താഴെ പോയി വീണു, പെടലി ഒടിഞ്ഞു, അല്ലെങ്കിൽ കാലൊടിഞ്ഞു. അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. തെന്നി വീഴാതെ കുളിമുറി കയറുമ്പം ഒക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർ, ഇത്രയും നക്ഷത്രക്കാർ, 27 നക്ഷത്രക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുമെന്നും അല്ല പറയുന്നത്. ചില സാധ്യതകളാണ്. ചിലർക്കെങ്കിലും നല്ല സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റും, മോശ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഏറ്റവും നല്ല സമയങ്ങളാക്കി മാറ്റാനും നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നവർക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നഷ്ടങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഒരു നഷ്ടമില്ലാതെ ഒഴിവാക്കാനും ആപത്തുകൾ ഒഴിവാക്കാനും ഒക്കെ സാധിക്കുന്ന നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് ചെയ്യേണ്ട വഴിപാടുകളുമാണ് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഒന്നുമല്ല പറയുന്നത്. അതേ മനസ്സിലായി. ഞാൻ എന്താണ് പറഞ്ഞത് വ്യക്തമായിട്ട് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെറിയ സാധ്യതകൾ മാത്രമാണ് ചിലർക്കെങ്കിലും. ഇപ്പോൾ ഓരോരുത്തരും ജനിച്ച ഓരോ സമയമാണ്. അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ വ്യത്യാസം വരും. ഇത് നാളെന്നുള്ള സാമാന്യ ഫലമാണ്. അപ്പം ജനിച്ച സമയം വെച്ച് അതൊക്കെ വ്യത്യാസം വരും. ഇത് സാമാന്യ ഫലങ്ങളാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കുക. എന്ന് കരുതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ല കാര്യങ്ങളാണ്. ഒരിക്കലും ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല. ആ നിലയിൽ പറയുന്നതാണ്. നിങ്ങളുടെ ഏതൊരു സമയവും നല്ല സമയമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ എല്ലാ നക്ഷത്രക്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തരാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു വന്നു. ഞാനീ പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ്.
എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതെൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി പറഞ്ഞ എല്ലാം സാമാന്യ ഫലങ്ങളും പൊതുഫലങ്ങളും മാത്രമാണ്. അതങ്ങനെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ നടക്കുമെന്നും അല്ല ഞാൻ പറഞ്ഞത്. ചില ചെറിയ സാധ്യതകൾ ചിലർക്കെങ്കിലും ഉണ്ടാകാം. അതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അത് ഈ നല്ല സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും മോശം കാര്യങ്ങളെ ഒഴിവാക്കാനും പറ്റും. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.